ഹമാസ് ഒടുവിൽ ഹമാസ് ഭീകരരും കട്ടയും പടവും മടക്കുന്നു. ഹമാസ് നേരത്തെ മടക്കിയായിരുന്നു. ഹമാസ് ഭീകരർ നേരത്തെ തന്നെ മടക്കിയതാണ്. പിന്നെ ഉണ്ടായിരുന്ന ഇപ്പൊ ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയും തീർന്നു. പിന്നെ സിറിയയും ഏകദേശമൊക്കെ തീർന്നു കഴിഞ്ഞു. ഏതായാലും ഞാൻ ഖുർആന്റെ ഒരു ആയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നാലേ ഒരു രസമാവും. ഖുർആൻ 2:47 സൂറത്തുൽ ബഖറ 47 ആയത്തിൽ പറയുന്ന യാ ബനി ഇസ്രാഈല ഇദ്കുറൂ നിഅമത്തില്ലത്തി അൻഅംത അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. അതിന്റെ അർത്ഥം യാ ബനി ഇസ്രാഈല, അല്ലയോ ഇസ്രായേൽ സന്തതികളെ. അള്ളാഹ് പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആനിൽ മുസ്ലിമീങ്ങളുടെ ദൈവമായ അള്ളാഹ് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്താണ്. യാ ബനി ഇസ്രാഈല, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, അല്ലെങ്കിൽ അല്ലയോ യഹൂദന്മാരെ. ഇദ്കുറൂ നിഅമത്തില്ലത്തി അൻഅംത അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. സർവ്വലോകരെക്കാളും അനുഗ്രഹവും അനുഗ്രഹവും പിന്നെ ഐശ്വര്യവും ഏറ്റവും അധികം ഞാൻ നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് എന്നത് നിങ്ങൾ ഓർമ്മിക്കുക. അതായത് ജൂതന്മാരെ വിളിച്ച അള്ളാഹ് പറയുകയാണ്, സർവ്വലോകരെക്കാളും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും, എല്ലാ ജനവിഭാഗങ്ങളെക്കാളും, അലൽ ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോക വിഭാഗങ്ങളെക്കാളും, സർവ്വലോകരെക്കാളും, സർവ്വലോകത്തെക്കാളും എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരർത്ഥത്തിൽ മാത്രം പിടിക്കണ്ട. ഒരു തഫ്സീർ നോക്കിക്കഴിഞ്ഞാൽ സർവ്വലോകരെക്കാളും എന്ന് നിങ്ങൾക്ക് കാണാം. മറ്റു വേറൊരു തഫ്സീറിൽ ലോകത്തുള്ള സർവ്വ ജനവിഭാഗങ്ങളെക്കാളും എന്ന് കാണാം. പിന്നെ വേറൊരു തഫ്സീറിൽ നോക്കിയാൽ സർവ്വലോകത്തെക്കാളും എന്നൊക്കെ കാണാം കേട്ടോ. അതിനൊക്കെ അലൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അർത്ഥമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ കേട്ടില്ലേ? അള്ളാഹു സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വസ്തുതി. അതേ പിന്നെ പദം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, അലൽ ആലമീൻ. സർവ്വലോകരെക്കാളും അനുഗ്രഹവും ഐശ്വര്യവും ഞാൻ നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് എന്നത് നിങ്ങൾ ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ ചില മൗലിയാക്കന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ കിടപ്പുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഹമാസിനെ അടിക്കാൻ പോകുന്നത്? അല്ല, നിങ്ങൾ ഈ ഇസ്രായേലിനെ അടിക്കാൻ പോകുന്നത്? ഇസ്രായേൽ ജയിക്കുകയില്ല എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ അള്ളാഹിനെയല്ല പറഞ്ഞിരിക്കുന്നത് സർവ്വലോകരെക്കാളും അള്ളാഹു ഐശ്വര്യവും ബർക്കത്തും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും അധികം കൊടുത്തിരിക്കുന്നത് ജൂതന്മാർക്കാണ്, ഇസ്രായേൽ സന്തതികൾക്കാണ് എന്ന് നിങ്ങളുടെ അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കാരല്ലേ? നിങ്ങൾ അള്ളാഹുലാണല്ലോ വിശ്വസിക്കുന്നത്. അള്ളാഹ് പറഞ്ഞതിനപ്പുറം ഇല്ല എന്ന് കരുതുന്നവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ആയത്തുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഇസ്രായേലിനെ ചൊറിയാൻ പോകുന്നത്? ജയിക്കുകയല്ല എന്നുള്ളത് നിങ്ങൾക്ക് 100% സാധിക്കുകയല്ല. നിങ്ങളുടെ അള്ളാഹിനല്ലേ ഇങ്ങനെ ഒരു ആയത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരെന്ത് പറഞ്ഞിട്ടോ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ അറിയാം? അത് അന്നത്തെ ഇസ്രായേലികൾക്ക്. ഏത് ഇസ്രായേലികൾക്ക്? അത് മോശയുടെ കാലത്തോടെ. മോശയുടെ കാലം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. മോശയുടെ കാലം ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ അല്ലയോ ഇസ്രായേൽ സന്തതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. യാ ബനി ഇസ്രാഈല, അല്ലയോ ഇസ്രായേൽ സന്തതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ മോശയുടെ കാലത്താണെങ്കിൽ മോശയുടെ കാലം എന്ന് പറയണ്ടേ? യാ ബനി മോശ എന്ന് പറയണ്ടേ? അല്ലയോ മോശയുടെ സന്തതികളെ എന്ന് പറയണ്ടേ? ഇത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. യാ ബനി ഇസ്രാഈല, ഇസ്രായേൽ സന്തതികളെ എന്ന് വിളിച്ചാണ് ആയത്ത് ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങള് പിന്നെ ഇസ്രായേലിനെ ചൊറിയാൻ പോയിട്ട് വല്ല കാര്യവും. അപ്പൊ അവർ പറയുന്നത് മോശയുടെ ആ കാലത്തുള്ള യൂതന്മാരെ പറ്റിയാണ്, ഇന്നത്തെ കാലത്തെ അല്ല എന്ന് പറഞ്ഞ് അവര് തൊടുന്യായം പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. ഞാൻ ചുമ്മാ ഒരു സാന്ദർഭികവശ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് ഈ ആയത്ത് ദൈവം ഇറക്കിയതാണെന്നോ എന്നൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇതൊക്കെ പൊട്ടക്കഥയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഞാന് ഈ ഇസ്രായേലിനെ ചൊറിയാൻ പോയി അടിമേടിക്കുന്ന മുസ്ലിമീങ്ങള് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട് എന്ന് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം. സൂറത്തുൽ ബഖറ 47 വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഇവരെ അടിക്കാൻ പോയിട്ട് നിങ്ങളുടെ വേദഗ്രന്ഥം വെച്ച് തന്നെ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വേദഗ്രന്ഥം വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നു എല്ലാ സർവ്വലോകരെക്കാളും ഏറ്റവും കൂടുതൽ അനുഗ്രഹവും ഐശ്വര്യവും ബർക്കത്തും ഞാൻ ഇസ്രായേൽ സന്തതികൾക്കാണ് കൊടുത്തിരിക്കുന്നത്, ജൂതന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങളുടെ അള്ളാഹ് തന്നെ അടിവരയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ അവരെ പോയി അടിക്കാൻ പോയിട്ട് ചൊറിഞ്ഞ് അടിയും മേടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇത് 1967 ആദ്യം മനസ്സിലാക്കിയത് ആരാന്നറിയാം? നമ്മുടെ ജോർദാന്റെ ഹുസൈൻ രാജാവ്. ഈ ഹുസൈൻ രാജാവ് 1967 തന്നെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ജോർദാൻ പണ്ടേ തന്നെ കട്ടയം പടവും മടക്കിയത്. ഹമാസ് മടക്കുന്നതിന് ആദ്യം തന്നെ ഇസ്രായേലിന്റെ മുമ്പിൽ മുട്ടുമടക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജോർദാനാണ്. കാരണം 1967 6 ദിന യുദ്ധം. ഈ യുദ്ധം നിൽക്കാൻ 6 ദിവസം കൊണ്ട് നിൽക്കാനുള്ള കാരണക്കാരൻ ആരാന്നറിയോ? ജോർദാനിൽ ഹുസൈൻ രാജാവ്. ഈ യുദ്ധം വീണ്ടും നീണ്ടുപോയനെ. ഹുസൈൻ രാജാവ് കാല് പിടിച്ച് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ കാല് പിടിച്ച് യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തി തരണം, ഞങ്ങൾ എന്ത് വേണേ ചെയ്താക്കി, എന്ത് ഉപാധികളും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹുസൈൻ രാജാവ് അമേരിക്കയുടെയും റഷ്യയുടെയും ഇസ്രായേലിന്റെ അന്നുണ്ടായിരുന്ന പ്രബല രാജ്യങ്ങളുടെ ഒക്കെ കാല് പിടിച്ച് അപേക്ഷിച്ചതിന്റെ പ്രകാരമാണ് 6-ാം ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. അല്ലാതെ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച് നിർത്തിയതല്ല. ഈ ജോർദാന്റെ കാല് പിടിക്കൽ കാരണമാണ് അന്നാ യുദ്ധം അവസാനിക്കുന്നത്. കാരണം ജോർദാൻ മനസ്സിലായി ഈ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ജോർദാൻ ഇസ്രായേലിന്റെ കയ്യിലേക്ക്.
കാരണം അന്നാണ് ഗോലാൻ കുന്നുകൾ, സ്ത്രീയുടെ ഗോലാൻ കുന്നുകളും ജെറുസലേം ഒന്നും അന്ന് ഇസ്രായേലിന്റെ കയ്യിലില്ലായിരുന്നു. ജെറുസലേം എല്ലാ രാജ്യങ്ങളുടെ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും കൂടി ആയിട്ടാണ് UN കൊടുത്തിരുന്നത്. പക്ഷേ ജെറുസലേം മൊത്തത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു. അത് ഈ 1967 സിക്സ് ഡേ വാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാറാണ്. ആ സിക്സ് ഡേ വാറിനോടൊപ്പമാണ് ഈ ജെറുസലേമും ഗോലാൻ കുന്നുകളും അവർ പിടിച്ചെടുക്കുന്നത്. അതോടൊപ്പം സിനായ് മരുഭൂമിയും പിടിച്ചെടുത്തായിരുന്നു. ഈജിപ്തിന്റെ സീനായ് മരുഭൂമിയും പിടിച്ചെടുത്തായിരുന്നു. പക്ഷെ സീനായ് മരുഭൂമി അവർ വിട്ടുകൊടുത്തു. അവരുടെ മര്യാദ അനുസരിച്ച് അവർ വിട്ടുകൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഏതെങ്കിലും യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശം ആരെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ? മുഹമ്മദ് വിട്ടുകൊടുത്തിട്ടുണ്ടോ? സൗദി അറേബ്യയിൽ ഏതെങ്കിലും പ്രവിശ്യ മുഹമ്മദ് എത്രയോ യുദ്ധം ചെയ്തിരിക്കുന്നു. പിന്നെ ഖൈബറും ബദറും ഉഹദും ഖന്തക്കും ഖൈബറും ഒക്കെ നമുക്കറിയാലോ. ഖൈബറിൽ എന്തായിരുന്നു? ജൂതന്മാരുടെ ഭൂമി ഒന്നടങ്കം പിടിച്ചെടുക്കുക ഇല്ലേ? ചുമ്മാ കിടന്ന ജൂതന്മാരുടെ ആയിരുന്നു അവിടെ. ഖൈബർ മുഴുവൻ ജൂതന്മാരുടെ ആയിരുന്നു. ആ ജൂതന്മാരുടെ ഭൂമിയാണ് ഒന്നടങ്കം മുഹമ്മദ് ആക്രമിച്ച് കീഴടക്കിയത്. തിരിച്ചു കൊടുത്തോ? ജൂതന്മാർക്ക് തിരിച്ചു കൊടുത്തോ? തിരിച്ചു കൊടുത്തില്ലല്ലോ. എന്നിട്ട് എന്താണ് മുഹമ്മദ് ചെയ്ത്? അവിടെ ഒരു ഈന്തപ്പന എസ്റ്റേറ്റ്, ഈന്തപ്പന തോട്ടം, 10,000-ഓളം വരുന്ന ഏക്കർ വരുന്ന ഈന്തപ്പന തോട്ടം, അതിനൊരു പേരുണ്ട്, ഒരു പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി. ആ ഈന്തപ്പന തോട്ടം ഒന്നാകെ അദ്ദേഹം പിടിച്ചെടുക്കുകയും ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ മരണസമയമായപ്പോൾ ഫാത്തിമയ്ക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. സ്വന്തം മകളായ പുത്രി ഫാത്തിമയ്ക്ക് എഴുതി കൊടുത്തു. ഒരുപാട് പേര് കഷ്ടപ്പെട്ടാണ് ഈ യുദ്ധത്തിൽ മുഹമ്മദിന്റെ കൂടെ ആയിരക്കണക്കിന് ഭടന്മാര് പോയി കഷ്ടപ്പെട്ടാണ് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് ഈ ഖൈബറിലെ ഈന്തപ്പനത്തോട്ടം പിടിച്ചെടുക്കുന്നത്, ആക്രമിച്ച് കീഴടക്കി പിടിച്ചെടുക്കുന്നത്. പക്ഷെ മുഹമ്മദ് എന്ത് ചെയ്തെന്നറിയോ? മുഹമ്മദിന്റെ പുത്രിക്ക് ആ ഈന്തപ്പനത്തോട്ടം മൊത്തത്തിൽ ആ ഭടന്മാർക്ക് ആർക്കും ഒന്നും കൊടുക്കാതെ, ഒരു സെന്റ് പോലും കൊടുക്കാതെ, ആ ഏക്കർ ആയിരക്കണക്കിന് വരുന്ന ഈന്തപ്പനത്തോട്ടം ഒന്നാകെ മുഹമ്മദിന്റെ ഓമനപുത്രിയായിരുന്ന ഫാത്തിമയ്ക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അബൂബക്കർ എന്ത് ചെയ്തെന്നറിയോ? ഇതിനൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. മുഹമ്മദിന്റെ മരണശേഷം അബൂബക്കർ ഈ ഭൂമി പിടിച്ചെടുത്തു. ഈ ഭൂമി ഫാത്തിമയ്ക്ക് കൊടുത്തില്ല. ഫാത്തിമയ്ക്ക് കൊടുക്കാതെ വന്നപ്പോ ഫാത്തിമ വന്ന് അബൂബക്കറുമായിട്ട്, ഒന്നാം ഖലീഫ അബൂബക്കറുമായിട്ട് വഴക്കുണ്ടായി. എനിക്ക് എന്റെ ഭൂമി തരണം, എന്റെ പിതാവ് എനിക്ക് തന്ന ഈ ഭൂമി എനിക്ക് അവകാശപ്പെട്ടാണ്, എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ഇത് ഒരു വ്യക്തിക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല, ഇത് ഇസ്ലാമിക ഗവൺമെന്റിന് അവകാശപ്പെട്ടതാണ്, ഇത് ഇസ്ലാമിക ഗവൺമെന്റിന് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് അബൂബക്കർ അത് പിടിച്ചെടുക്കുകയും ഇത് ആയിഷയ്ക്ക് കൊടുക്കുകയും ചെയ്തെന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ആയിഷയ്ക്ക് കൊടുത്തു. അബൂബക്കറിന്റെ പുത്രിയായിരുന്ന ആയിഷയ്ക്ക് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ ഓർത്തു വയ്ക്കുക, മുഹമ്മദിന്റെ ആ കുരുട്ടു ബുദ്ധി, മുഹമ്മദ് ഭയങ്കര സമാധാനകാംക്ഷി, ന്യായത്തിന്റെ നീതിയുടെ വക്താവാണെന്നൊക്കെയല്ലേ നമ്മളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു യുദ്ധം നടന്നപ്പോൾ ആയിരക്കണക്കിന് ഭടന്മാർ കൂടി നടത്തിയ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ജൂതന്മാരുടെ ഭൂമി സ്വന്തം മക്കൾക്ക് എഴുതി കൊടുത്തു, സ്വന്തം ഫാത്തിമയ്ക്ക് എഴുതി കൊടുത്തു. അബൂബക്കർ കൊടുത്തില്ല, തിരിച്ചു കൊടുത്തില്ല. മുഹമ്മദിന്റെ പറഞ്ഞ അദ്ദേഹം ഇസ്ലാമിക ഗവൺമെന്റ് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം എടുക്കുകയും അത് ആയിഷയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇസ്ലാമിക ഗവൺമെന്റ് കൈവശം വെച്ചിരുന്നു എന്നും പറയുന്നു. രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും അത് ഫാത്തിമയ്ക്ക് കിട്ടിയില്ല അവസാനം. അതിന്റെ പേരിൽ അതിന്റെ മനോവിഷമവും കൂടിയായിരുന്നു ഫാത്തിമയുടെ മരണം വരെ. അതിന്റെ ഒരു മനോവിഷമത്തിലായിരുന്നു ഫാത്തിമ എന്നും ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ഹമാസ് ഭീകരർ എന്ന് പറഞ്ഞ അവര് നേരത്തെ തന്നെ പോയി, അവരുടെ കട്ടമ്പടവും നേരത്തെ തന്നെ മടക്കി കഴിഞ്ഞു. പിന്നെ ഹിസ്ബുള്ളയുടെ പരിപാടി തീർന്നു. ഇറാൻ ഭയങ്കര പുള്ളിയാണെന്നാണ് പറഞ്ഞു. പല മുസ്ലിമീങ്ങളും പറഞ്ഞു ഇറാൻ ഇപ്പൊ അടിക്കും, ഇറാൻ ഒന്ന് ഇറങ്ങുന്ന താമസമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇറാനെ ഒറ്റ രാത്രി പിന്നെ 100ഓളം യുദ്ധവിമാനങ്ങൾ, 100ഓളം. ഒരു സെക്കൻഡ്. ഇത് തന്നെയാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പിന്നെ ഇനിയിപ്പോ ഇസ്രായേലിന്റേതായ ഒരു അധീനതയിൽ മാത്രമേ നിർത്താൻ, അങ്ങനെ നിർത്തുള്ളൂ. ഇസ്രായേലിന് അറിയാം ഇതിപ്പോ അവർക്ക് ഇനിയിപ്പോ ഇവർ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഇവരൊരു അവസരം വന്നു കഴിഞ്ഞാല് ഇവര് നമുക്കിട്ട് പണിയും എന്നുള്ള ഇസ്രായേലിന് ഇപ്പൊ ഈ ഒക്ടോബർ 7 100% അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ കണ്ടില്ല, ബഫർ സോൺ തന്നെ 64 കിലോമീറ്ററോളം ഉണ്ടെന്നാ പറയുന്നത്. അത് മുഴുവൻ ഈ ബഫർ സോൺ മുഴുവൻ ഇപ്പം ഇസ്രായേൽ ഏകദേശം ഒക്കെ പിടിച്ചടക്കുന്നതാണ്. അതായത് നമ്മുടെ ഗോലാൻ കുന്നിനോട് ചേർന്ന് കിടക്കുന്നത്. അപ്പം ഇനിയുള്ള ഇത് ഇസ്രായേൽ ആ ഭാഗമൊക്കെ ഏകദേശം ഒക്കെ ശുദ്ധീകരിച്ച് ഇസ്രായേലിന്റെ കീഴിൽ തന്നെയാക്കും. ഇപ്പൊ പിന്നെ ഈ വടക്കൻ ഗാസയിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്. വടക്കൻ ഗാസയിൽ എല്ലാം ആദ്യം മുഴുവൻ നശിപ്പിച്ച് കൽക്കുംബരമാക്കി. ഇപ്പൊ അവിടെ നിർമ്മാണ പ്രവർത്തനം ഇസ്രായേലിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് യഹൂദന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്താനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയായാലും ഇസ്രായേലിന്റെ ഒരു മേൽനോട്ടത്തിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ആ ഭാഗങ്ങൾക്ക് ഒരു ശാന്തത കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. അല്ലാതെ ഇതിനി ഹമാസിന്റെ കയ്യിലോ സിറിയയുടെ കയ്യിലോ ഇറാന്റെ കയ്യിലോ ഇറാഖിന്റെ കയ്യിലോ എന്തിനേറെ പറയാം നമ്മുടെ സൗദി അറേബ്യയുടെ കീഴിൽ വന്നാലും ഒരു പ്രയോജനം കിട്ടുകയല്ല. കാരണം അവർക്ക് എപ്പോഴും ഈ മുഅ്മിനും കാഫിർ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ, കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്തവർ, അവരെല്ലാം കാഫിരീങ്ങളാണ്. ഖുർആൻ 4:144 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളല്ലാത്തവരെ, അതായത് കാഫിറുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ഈ വിശ്വാസി എന്താണെന്നും ഖുർആൻ നിർവചിക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനീന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി.
തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു. ഈ ആരാണ് ഈ വിശ്വാസികൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അത് ക്ലിയർ ആയിട്ട് ഖുർആൻ നിർവചിക്കുന്നു 20:14. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖീമു സ്വലാത്ത ലിസിക്രി. ഇന്നനി അനല്ലാഹു, തീർച്ചയായും ഞാനാവുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഫഅബ്ദുനി, അതുകൊണ്ട് എന്നെ ആരാധിക്കുക. എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഖുർആനിസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ വന്ന് തള്ളാറുണ്ട്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മറ്റേതാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ദർശനമാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, വേറെന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഖുർആനിസ്റ്റുകളൊക്കെ വന്ന് തള്ളുന്നുണ്ട്. അതൊക്കെ ചുമ്മാ കഥകൾ മാത്രമേ ഉള്ളൂ. ഖുർആനിസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചക്കാന്നെഴുതും മാങ്ങാന്ന് വായിക്കുന്നുള്ളൂ. നമ്മൾ ചക്കാന്നെഴുതും ചക്കാന്ന് തന്നെ വായിക്കുന്നു. അവർ ചക്കാന്നെഴുതും മാങ്ങാന്ന് വായിച്ചു പോകുന്നു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഖുർആനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ നടക്കുള്ളൂ. ഖുർആൻ 9:73 ക്ലിയർ ആയിട്ട് പറയുന്നു. 9:33 ഖുർആൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സൂറത്തുൽ തൗബ 33-ാം വാക്യം, ഹുവല്ലദീ അർസല റസൂല ബിൽ ഹുദാ വദീനിൽ ഹഖി യുദ്ഹിറഹു അല്ലദീന കുല്ലിഹാ വലൗ കുരിഹ കരിഹൽ മുശ്രികൂൻ. അവൻ തന്റെ ദൂതനെ സത്യമതവും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ന് പറയുന്നത് അള്ളാഹു തന്റെ ദൂതൻ മുഹമ്മദ് നബിയെ ഇസ്ലാമതും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട്, അതായത് ഇസ്ലാമും ഇസ്ലാമിന്റെ മാർഗവുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന മറ്റു മതങ്ങളെ എല്ലാം അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. വലൗ കരിഹൽ മുശ്രികൂൻ. അത് ബഹുദൈവ വിശ്വാസികൾക്ക് എത്ര അരോചകമായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റു മതസ്ഥർക്കോ ബഹുദൈവ വിശ്വാസികൾക്കോ ക്രിസ്ത്യാനികൾക്കോ യഹൂദന്മാർക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് വിഷയമൊന്നുമല്ല, ഒന്നും എന്റെ ഇതിൽ പെടുന്നതല്ല. ഞാൻ എന്റെ ദൂതനെ ഭൂമിയിലേക്ക് ഇസ്ലാം മതവുമായിട്ട് വിട്ടിരിക്കുന്ന മറ്റു മതങ്ങളെല്ലാം തീർത്ത് ഇസ്ലാമിനെ പിന്നെ സമ്പൂർണ്ണവൽക്കരിക്കാൻ വേണ്ടിയാണ്, ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഖുർആൻ 9:33 ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ മൗലാന മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ കുതുബാത്ത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ദീനിന്റെ സംസ്ഥാപനം. അതുകൊണ്ടാണല്ലോ നമ്മുടെ മൗദൂദി പറഞ്ഞത് നമ്മുടെ ഈ രാജ്യത്ത് ഇത് അവിശ്വാസികളുടെ രാഷ്ട്രമാണ്, ഇവിടുത്തെ കോടതിയിൽ പോകരുത്, ഇവിടുത്തെ ഗവൺമെന്റ് ജോലികൾ സ്വീകരിക്കരുത്, ഇവിടെ വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ആളാണ് നമ്മുടെ മൗലാന മൗദൂദി. ഇത് ദാറുൽ കുഫറാണ്, നമുക്ക് വേണ്ടത് ദാറുൽ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാകിസ്ഥാൻ മുറിച്ചു മാറ്റണമെന്ന്, നമുക്ക് ഇസ്ലാമിക രാജ്യം വേണമെന്നും പറഞ്ഞ് ഈ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ കൂടെ കൂടിയത്. അങ്ങനെ മുറിച്ചു മാറ്റി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാൻ പേര് നൽകാൻ വരെ പറഞ്ഞു കൊടുത്തയാളാണ് നമ്മുടെ മൗലാന മൗദൂദി. പിന്നെ നമ്മളൊക്കെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന വേറൊരാളുണ്ട്, അല്ലാമ ഇഖ്ബാൽ, സാരേ ജഹാം സെ അച്ഛാ എഴുതിയ ആള്. അദ്ദേഹമാണ് ഈ മൗലാന മൗദൂദിയുടെയും മുഹമ്മദ് ജിന്നയുടെയും കൂടെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ മുറിച്ചു മാറ്റാൻ. ഈ അല്ലാമ ഇഖ്ബാലിനെ ഒക്കെ ഭയങ്കര മതേതരനായിട്ടൊക്കെ കാണുന്ന ചില ആൾക്കാരുണ്ട്, ചില സാംസ്കാരിക നായകരുണ്ട് നമ്മുടെ നാട്ടിൽ. സാരേ ജഹാം സെ അച്ഛാ എഴുതിയ ഭയങ്കര അയാൾ എഴുതിയ വേറൊരു കവിതയുണ്ട്, ജന്നത്ത് മേ ഹം ലോഗ് നഹീ ജാഊംഗാ യേ മദീന ഹം ലോഗ് നഹീ ചോഡൂംഗാ. മുഹമ്മദിന്റെ കീർത്തി നിർണ്ണയിക്കാൻ വേണ്ടി എഴുതിയ ഗാനമാണ്. അതായത് ജന്നത്ത് മേ ഹം ലോഗ് നഹീ ജാഊംഗാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഞങ്ങൾ പോവുകയില്ല, യേ മദീന ഹം ലോഗ് നഹീ ചോഡൂംഗാ എന്ന് പറഞ്ഞാൽ ഈ മദീന വിട്ടിട്ട്. കാരണം മദീനയിലാണ് മുഹമ്മദ് രാഷ്ട്രം സ്ഥാപിക്കുന്നത്. ജൂതന്മാരെ കൊള്ളയടിച്ച് അവരെ കൊന്ന്, അൻസാറുകളായിരുന്ന ജൂതന്മാരെ കൊന്ന് കൊള്ളയടിച്ച് അവിടെയാണ് രാഷ്ട്രം സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയുകയാണ് മുഹമ്മദിനുള്ള സ്നേഹം കൊണ്ട് ജന്നത്ത് മേ ഹം ലോഗ് നഹീ ജാഊംഗാ, അതായത് സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോവുകയില്ല, ഏ മദീന ഹം ലോഗ് നഹീ ചോഡൂംഗാ, ഈ മദീന വിട്ടിട്ടെന്ന്. കാരണം മുഹമ്മദ് അവിടെ ഉണ്ട്, മുഹമ്മദിനെ വിട്ടിട്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോലും പോവുകയില്ല. അങ്ങനെ എഴുതിയാളാണ് ഈ അല്ലാമ ഇഖ്ബാൽ, നമ്മുടെ സാരേ ജഹാം സെ അച്ഛാ എഴുതിയ ഈ മതേതരൻ എന്ന് പറയുന്ന സാംസ്കാരിക നായകരൊക്കെ മതേതരനെന്ന് എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കൊടുത്തിരിക്കുന്ന നമ്മളെയൊക്കെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരിക്കുന്ന അല്ലാമ ഇഖ്ബാൽ. ഇയാളും നല്ല കൈയുണ്ടായിരുന്നു മൗലാന മൗദൂദിയുടെ കൂടെ കൂടി ഈ പാകിസ്ഥാൻ മുറിച്ചു മാറ്റാൻ സഹായിച്ചതിൽ. അപ്പൊ ഇവരുടെയൊക്കെ ഇത്രയും വലിയ ആൾക്കാരുടെ ഒക്കെ ഇത്രയും വലിയ ദേശസ്നേഹികൾ എന്നൊക്കെ നമ്മൾ കരുതുന്നവരുടെ മനസ്സിൽ തലച്ചോറിൽ വരെ കിടക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഈ ജീർണിച്ച വിഷമാണ്. ഇസ്ലാം എന്ന് പറയുന്ന വർഗീയതയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മാനവേദിക്ക് നിരക്കാത്ത ഈ ഗോത്രീയ പ്രത്യയശാസ്ത്രമാണ്, ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രീയ പ്രത്യയശാസ്ത്രം. അപ്പോൾ ഇത് ഈ സിറിയയിലെ ഭീകരന്മാരുടെ കയ്യിലേക്ക് വന്നാൽ, ഹമാസ് പോലുള്ള ഭീകരന്മാരുടെ കയ്യിലേക്ക് വന്നാൽ, ഹിസ്ബുള്ള പോലുള്ള ഭീകരന്മാരുടെ കയ്യിലേക്ക് വന്നാൽ, ഖുമൈനി പോലുള്ള മതഭീകരന്മാരുടെ കയ്യിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത് ഇസ്രയേൽ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇസ്രയേലിനെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾ സുഡാപ്പികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇസ്രയേലിൽ 20% മുസ്ലിമീങ്ങൾ. അവർക്ക് അവിടെ മദ്രസകളുണ്ട്, അവിടെ മസ്ജിദുകളുണ്ട്, എല്ലാവിധ ഇതുകൊണ്ട് അവർക്ക് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്, പ്രഭാഷണം നടത്താൻ അവകാശമുണ്ട്, ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, എല്ലാത്തിനും അവകാശം അവർ കൊടുത്തിരിക്കുന്നു. പക്ഷെ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജൂതന്മാർക്ക് ഒരു അവകാശം കൊടുത്തിട്ടുണ്ടോ സുഡാപ്പികളെ? അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ, ഇസ്രയേലിനെ കുറ്റം പറയുന്ന ഇസ്ലാമിസ്റ്റുകളെ നിങ്ങൾ സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? ജൂതന്മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? ആരുടെയെങ്കിലും ആരാധനാലയമുണ്ടോ? അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മുഴുങ്ങി കേൾക്കാൻ പറ്റുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആപ്തവാക്യം, നിങ്ങളുടെ ഈ ഖുർആനിക വാക്യം മാത്രമല്ലേ അവിടെ കേൾക്കാൻ പറ്റുള്ളൂ? ജൂതന്റെ സിനഗോഗിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥന കേൾക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിയുടെ ചർച്ചിൽ നിന്ന് ഉയരുന്ന മണിയടി കേൾക്കാൻ പറ്റുമോ? ഹിന്ദുവിന്റെ അമ്പലത്തിൽ നിന്ന് ഉയരുന്ന ശംഖുനാഥം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഉയരുന്ന ഈ അല്ലാഹു അക്ബർ മാത്രം.
പക്ഷേ ജൂതന്റെ നിങ്ങളെപ്പോഴും കുറ്റം പറയുന്ന രാജ്യരാമാനും കുറ്റം പറഞ്ഞ ജൂത പരീക്ഷകളെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ജൂതന്റെ എന്ന് നിങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഒരു ദിവസം 17 പ്രാവശ്യം ശപിച്ചുകൊണ്ടിരിക്കുന്ന ആ ജൂതന്റെ നാട്ടിലേക്ക് നിങ്ങൾ പോകൂ. ആ ജൂതന്റെ നാട്ടിൽ ചെന്നാൽ നിങ്ങളുടെ പള്ളി അവിടെ കാണാം, നിങ്ങളുടെ മോസ്കുകളോടെ കാണാം, നിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ചർച്ചുകളോടെ കാണാം, ബഹായികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ആരാധനാലയങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. കാരണം എന്താണ്? അത് ജനാധിപത്യ രാജ്യമാണ്. പശ്ചിമേഷ്യയിലുള്ള ഏക ജനാധിപത്യ രാജ്യം. 52 മുസ്ലിം രാജ്യങ്ങൾ ചുറ്റിനും കിടക്കുന്നു. ഒരേ ഒരു ജനാധിപത്യ രാജ്യം, അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാം സൗദി അറേബ്യയിലേക്ക് പോയാലും, ഇറാഖ് ആയാലും, ലിബിയ ആയാലും, സിറിയ ആയാലും, ലെബനോൻ ആയാലും, പിന്നെ ധാരാളം ഗൾഫ് രാഷ്ട്രങ്ങളായാലും എല്ലാം രാജഭരണത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ഒരേ ഒരു ജനാധിപത്യ രാഷ്ട്രം, അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ കീഴിൽ ആ പശ്ചിമേഷ്യയുടെ ഈ പറയുന്ന ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ. നേരത്തെ ആ ജിന്നു പറഞ്ഞ പോലെ അവിടെ ശാന്തി കൈവരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്നും പ്രശ്നകലുഷിതമായി തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവർ വീണ്ടും ഒരവസരം കിട്ടുമ്പോൾ, ഒരു ചെറിയ അവസരം കിട്ടുമ്പോൾ അവർ ജൂതനെ കയറി കൊല്ലും. കാരണം അവിടെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അൽ യഹൂദ വന്നസാറ ഔലിയാഅൻ. സൂറത്തുൽ മാഇദ 51-ാം വാക്യം. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ ഖുർആൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതനെയും ക്രിസ്ത്യാനിയും ഞാൻ ആട്ടിപ്പായിക്കും, ഇസ്ലാമിനെ അല്ലാതെ മുസ്ലിമീങ്ങളെ അല്ലാതെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നുപോയത്. മുഹമ്മദ് കടന്നുപോയത് അങ്ങനെയാണ്. മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്യമാണ്, അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതനെയും ക്രിസ്ത്യാനിയും ഞാൻ ആട്ടിപ്പായിക്കും, ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ അല്ലാതെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞയാളാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നയാൾ. അപ്പോൾ ആ ആപ്തവാക്യവും വിശ്വസിച്ചുകൊണ്ട്, ആ ഖുർആനും വിശ്വസിച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് ആ പശ്ചിമേഷ്യയുടെ ആ പ്രശ്നബാധിത പ്രദേശങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെയായിരിക്കും അവസ്ഥ. എന്നും കൊലയും ബോംബുമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒക്ടോബർ 7 പോലെ അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ കയറി കൊല്ലും, ആയിരങ്ങളെ കൊല്ലും, ബലാത്സംഗം ചെയ്യും. അവർക്ക് ഭയമില്ല. അവർക്ക് ചെയ്താൽ സ്വർഗം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്നത് 78-33 പറയുന്ന 78-34 പറയുന്ന നിങ്ങൾക്ക് കൂർത്ത മുലിയുള്ള തരുണീമണികളെ നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് മദ്യം നിറച്ച മദ്യ ചഷകങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജന്നാത്തുൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ. താഴ്ഭാഗങ്ങളുടെ അരുവികളോടുന്ന ആരാമങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും. എങ്ങനെ വന്നാൽ? ജൂതനെ കൊന്നിട്ട് വന്നാൽ, ക്രിസ്ത്യാനിയെ കൊന്നിട്ട് വന്നാൽ, ഹിന്ദുവിനെ കൊന്നിട്ട് വന്നാൽ, ബഹുദൈവ വിശ്വാസിയെ കൊന്നിട്ട് വന്നാൽ, അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇതൊക്കെ തരാം എന്നാണ് അവരുടെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അവസരം കിട്ടുമ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്യമതസ്ഥനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു കിതാബിൽ വിശ്വസിച്ചിരിക്കുന്നവരാണവർ, ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണോ, ഒരു നേതാവിൽ വിശ്വസിച്ചിരിക്കുന്നവരാണോ, ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണോ? അവർക്ക് അതുകൊണ്ട് അവരെ മാറ്റണമെങ്കിൽ ഇസ്രായേൽ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിന്റെ കീഴിലേക്ക് ആ പശ്ചിമേഷ്യയുടെ ആ പ്രശ്നബാധിത പ്രദേശങ്ങൾ വന്നു ചേർന്നാൽ അവിടെ സമാധാനം ഉണ്ടാവും, അവിടെ ശാന്തി ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് പോയാൽ, ഈ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ കയ്യിലേക്ക് പോയാൽ, ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിലേക്ക് പോയാൽ അവിടെയൊന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു. നിർത്തി. നന്ദി, നമസ്കാരം.